Friends, in the last class we already studied about primates and hominoid and hominid and what are the difference between hominoid and hominids. So in this class we are going to learn or we will discuss about hominids and where was the origin of hominid and what are the characteristics of hominids and what are the difference between hominid and homo and Australopithecus and so many things. I think you people are enjoying my class. കൂട്ടുകാരെ ഇന്നലെ നമ്മൾ പഠിച്ചത് ഹോമിനോയിഡും ഹൊമിനിഡുകളെ കുറിച്ചും പ്രൈമേറ്റ്സിൻ്റെ ഉപവിഭാഗമായ ഹൊമിനിഡിനെ കുറിച്ചൊക്കെ ആയിരുന്നു. അത് തമ്മിലുള്ള ഡിഫറൻസുകളൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൊമിനിഡിനെ കുറച്ചും കൂടെ വിശദമായിട്ടാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. സോ when we consider about hominids, the origin of hominid from Africa. So first, it is the group of African apes that are most closely related to hominid. So we already told about African origin of hominid. So when we take up this hominid, the thing is that we got the evidence of hominid from Eastern Africa before 5.6 million years ago. ഹൊമിനിഡുകളെ കുറിച്ചുള്ള എവിഡൻസുകൾ ഈസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് ഏകദേശം 5.6 മില്യൺ ഇയേഴ്സ് മുമ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആഫ്രിക്കയുടെ പുറത്തുള്ള എവിഡൻസുകൾ ഹൊമിനിഡിനെ കുറിച്ചുള്ള എവിഡൻസുകൾ കിട്ടിയിട്ടുള്ളത് ഏകദേശം 1.8 മില്യൺ ഇയേഴ്സ് എഗോ ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ഹൊമിനിഡുകളുടെ ഒറിജിൻ ആഫ്രിക്കയാണ് എന്ന്. അടുത്ത മറ്റൊരു പോയിന്റിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. ഹൊമിനിഡ് ഏത് ഫാമിലിയിൽപ്പെട്ട ആളാണ്, ഏത് ഫാമിലിയിൽ നിന്നാണ് ഹൊമിനിഡ് ഉണ്ടായിട്ടുള്ളത്? അത് ഹൊമിനിഡേ ഫാമിലിയിൽ നിന്നാണ് ഹൊമിനിഡുകൾ ഒറിജിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൊമിനിഡിൻ്റെ ഇനി പ്രധാനപ്പെട്ടുള്ള വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹൊമിനിഡ് അതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, ഫസ്റ്റ് വൺ, ദർ brain size. Their brain size was large brain. And the second one was the upright posture. എന്ന് പറഞ്ഞാൽ മുമ്പിലേക്കായി നടക്കാൻ സാധിക്കുക. മൂന്നാമത്തെ പ്രത്യേകത ബൈപ്പഡൽ ലോക്കോമോഷൻ. നമ്മൾ ഇന്നലെ ക്വാഡ്രൂപ്പഡ് അതുപോലെ തന്നെ ബൈപ്പഡൽ ലോക്കോമോഷനെ കുറിച്ച് സംസാരിച്ചു. ബൈപ്പഡൽ ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൽ നടക്കാൻ സാധിക്കുക. നാലാമത്തതായിട്ട് ഹാൻഡ് യൂസേജ്. കൈകൾ കൊണ്ട് പല നിലയ്ക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനോ തീ കത്തിക്കുവാനോ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുവാനോ വിവിധങ്ങളായിട്ടുള്ള തലത്തിലുള്ള യൂസേജുകൾ, ഹാൻഡ് കൊണ്ട് കൈകൾ കൊണ്ട് ഉള്ള യൂസേജുകൾ, ഇതൊക്കെ ഈ പറയുന്ന ഹൊമിനിഡിന് സാധിച്ചിരുന്നു. സോ ഇനി അടുത്തതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിൻ്റാണ്. ഒന്നാമതായിട്ട് ഹൊമിനിഡുകളെ ദ സ്കോളേഴ്സ് ഓൾറെഡി divided our hominids into two types. The first one is Australopithecus and the second one is Homo. ഹൊമിനിഡുകൾ രണ്ട് തരത്തിലുണ്ടെന്ന് ഇപ്പോൾ നാം പറഞ്ഞു. ഒന്ന് ഓസ്ട്രോലോപിത്തക്കസ്, രണ്ടാമത്തത് ഹോമോ. ഇനി ഈ പറയുന്ന രണ്ട് എണ്ണത്തിൻ്റെയും ഇടയിലുള്ള ഡിഫറൻസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യമായിട്ട് ഓസ്ട്രോലോപിത്തക്കസ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓസ്ട്രോലോപിത്തക്കസ്? ദ ഫസ്റ്റ് വൺ ഈസ് സ്മോൾ ബ്രെയിൻ സൈസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഹെവി ജോസ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ലാർജർ ടീത്ത് rather than homo. And the second one the second type of hominid is homo. So we will come to the homo later. So ഓസ്ട്രോലോപിത്തക്കസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രെയിൻ സൈസ് വളരെ ചെറുതായിരുന്നു. അതായത് ചെറുതാവുക എന്ന് പറഞ്ഞാൽ അതിന് ചിന്തിക്കാനുള്ള, കാര്യങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കാനുള്ള കഴിവുകൾ കുറവായിരുന്നു. രണ്ടാമത്തത് ഹെവി ജോസ്, അതിൻ്റെ താടിയെല്ലുകൾ, കീഴ്ത്താടിയെല്ലുകൾ വലുതായിരുന്നു, ഹോമോയിനേക്കാളും വലുതായിരുന്നു. അതായത് അതിൻ്റെ ഡയറ്ററി ഹാബിറ്റിന് അനുസരിച്ചാണ് താടിയെല്ലുകൾ വലുതും ചെറുതുമാവുന്നത്. നാം ഇന്നത്തെ കാലത്ത് കഴിക്കുന്നത് ബിരിയാണിയും സാൻഡ്വിച്ചും തുടങ്ങിയ ജ്യൂസും തുടങ്ങിയ ചെറിയ ചെറിയ ഭക്ഷണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മുടെ താടിയെല്ലുകൾ വളരെ ചെറുതായിരിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത്
ഓസ്ട്രോലോപിത്തക്കസിൻ്റെ സമയത്ത് അവർക്ക് കഴിക്കാനുണ്ടായിരുന്നത് വലിയ വലിയ മൃഗങ്ങളുടെ മീറ്റ്, അതുപോലെ തന്നെ വലിയ മരങ്ങളുടെ കായ്കനികൾ തുടങ്ങിയതൊക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു അവർക്ക് അന്ന് ഹെവി ജോസ് ഉണ്ടായിരുന്നത്. മൂന്നാമതായിട്ട് ലാർജർ ടീത്ത്. ആ വലിയ വലിയ മൃഗങ്ങളുടെ മീറ്റ് കഴിക്കുവാൻ, അതിൻ്റെ ഇറച്ചി ഭക്ഷിക്കുവാൻ അവർക്ക് വലിയ നിലയ്ക്കുള്ള പല്ലുകൾ വേണ്ടി വന്നിരുന്നു. നമുക്ക് ഇന്നത്തെ കാലത്ത് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഹ്യൂമൻ എവല്യൂഷനിലൂടെ നാം നമ്മുടെ പല്ലുകളും കീഴ്ത്താടി എല്ലുകളും എല്ലാം ചെറുതായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് സംശയമുണ്ടാവും, എന്തുകൊണ്ടാണ് ഓസ്ട്രോലോപിത്തക്കസ് തുടങ്ങിയ വളരെയധികം ഡിഫിക്കൽറ്റി ആയിട്ടുള്ള പേരുകൾ ഇതിന് ഇടാൻ കാരണമെന്ന് നമുക്ക് സംശയമുണ്ടാവും. പേടിക്കണ്ട, ഇതിന് പേരിട്ടിട്ടുള്ളത് 2 ഭാഷയിൽ നിന്നാണ്. ഒന്ന്, ഫസ്റ്റ് വൺ ലാറ്റിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഗ്രീക്ക്. ലാറ്റിൻ ഭാഷയിലെ ആസ്ട്രാൽ എന്നുള്ള പദത്തിൽ നിന്നാണ് ഓസ്ട്രോലോപിത്തക്കസിൻ്റെ ഫസ്റ്റ് ടേം വന്നിട്ടുള്ളത്. ഓസ്ട്രാൽ എന്ന് പറഞ്ഞാൽ സദേൺ എന്നാണ് അർത്ഥം. ഓസ്ട്രാലിൻ്റെ അർത്ഥം സദേൺ എന്നാണ്. പിത്തക്കോസ് എന്ന് പറയുന്ന ടേം അത് ഗ്രീക്കിൽ നിന്നാണ് വന്നിട്ടുള്ളതാണ്. പിത്തക്കോസിൻ്റെ അർത്ഥം എയ്പ്പ്. അപ്പം അതിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം സദേൺ എയ്പ്പ് എന്നാണ്. ഓസ്ട്രോലോപിത്തക്കസിൻ്റെ മുഴുവനായിട്ടുള്ള അർത്ഥം സദേൺ എയ്പ്പ്. എന്തുകൊണ്ടാണ് സൗത്ത് ഭാഗത്ത് ജീവിക്കുന്ന എയ്പ്പ് എന്ന് പറയാൻ കാരണം എന്താണ്? അതായത് ആ ആൾക്കുരങ്ങിന് ഏകദേശം ഒരു ആൾക്കുരങ്ങിൻ്റേതായിട്ടുള്ള ധാരാളം സവിശേഷതകൾ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതായത് അപ്രൈറ്റ് വാക്കിങ്ങിന് അതിന് അപ്രൈറ്റ് വാക്കിംഗ് വാസ് ആൾസോ റെസ്ട്രിക്റ്റഡ്. അതിൻ്റെ അപ്രൈറ്റ് വാക്കിംഗ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ മറിച്ച് അവരെന്താണെന്ന് ചെയ്തിരുന്നത്, ബട്ട് ദേ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ട്രീസ്. അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ് ഏപ്പിനോട് യോജിച്ചു പോകുന്നതായിരുന്നു. ഇങ്ങനെയുള്ള ധാരാളം കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ ഓസ്ട്രോലോപിത്തക്കസ് എന്ന് പറയാൻ കാരണം. അതായത് ഇപ്പോൾ പറഞ്ഞു വന്നത് ഓസ്ട്രോലോപിത്തക്കസ് എന്നുള്ളത് ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് ടേമിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓസ്ട്രോലോപിത്തക്കസിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ നമുക്കൊരു ചെറിയ സംശയം ഉണ്ടാവും, ഫ്രം വെയർ ദ സ്കോളേഴ്സ് ഡിസ്കവേർഡ് ഓസ്ട്രോലോപിത്തക്കസ്. ഓസ്ട്രോലോപിത്തക്കസിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ള പാർട്ട്നേഴ്സാണ്, അതായത് ജർമ്മൻ ബട്ടർഫ്ലൈ കളക്ടേഴ്സ് ആയിട്ടുള്ള മേരി ആൻഡ് ലൂയിസ് ലീക്കെ. ഇൻ 1959 they discovered the remains of Australopithecus from the Olduvai Gorge in 17 July 1959. അതായത് ഓൾഡുവായ് ഗോർജ് എന്ന് പറയുന്ന സ്ഥലത്ത് ജർമ്മൻ ബട്ടർഫ്ലൈ അതിനെക്കുറിച്ച് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിരുന്ന മേരിയും ആൻഡ് ലൂയിസ് ലീക്കെ തുടങ്ങിയ 2 പേരാണ് ആദ്യമായിട്ട് ഓസ്ട്രോലോപിത്തക്കസിനെ കണ്ടുപിടിച്ചത്. അതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുന്നത് വളരെയധികം രസമുള്ളതായിരിക്കും. സോ നൗ വി ഹാവ് ടു സ്ലൈറ്റ്ലി മൂവ് ഓൺ ടു എ ന്യൂ ടോപ്പിക്. ദാറ്റ് മീൻസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. It is also very important subject, very important topic on your +1 history text. So in this one we are trying to make a very important sense that ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൽ നാം പറയുന്ന, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രക്രിയയിലേക്ക് മനുഷ്യൻ്റെ കഴിവുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള ഒന്നിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് ഈ പറയുന്ന ഇംഗ്ലീഷിൻ്റെ പച്ച മലയാളം. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് കാണുന്നത് ടൂൾ മേക്കിംഗ്, മനുഷ്യൻ ഉണ്ടാക്കുന്ന ടൂൾ മേക്കിംഗ്. അതെങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ബന്ധിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട്, അതായത് ഒന്ന് മറ്റൊന്നുമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് ഹ്യൂമൻ്റെ ബ്രെയിൻ സൈസ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്തുണ്ടായി? അവൻ്റെ ധാരാളം ഹണ്ടിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കാര്യത്തെ നിരീക്ഷിക്കുവാൻ, അവനെ തിങ്ക് ചെയ്യുവാൻ മനുഷ്യനത് സഹായിച്ചു. വിഷ്വൽ സർവൈലൻസിന് മനുഷ്യനെ അത് സഹായിച്ചു. അവനക്ക് ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ്, അല്ലെങ്കിൽ കുറച്ചധികം കൂടുതൽ നേരം അവനക്ക് നടക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ അവൻ്റെ ഹണ്ടിങ്ങിന് അല്ലെങ്കിൽ ഫൊറേജിങ്, അതായത് ഫുഡ് ഗാദർ ചെയ്യാൻ അവനെ അത് സഹായിച്ചു.
അടുത്തതായിട്ട് അപ്രൈറ്റ് വാക്കിംഗ്, നേരെ ഏകദേശം മുന്നോട്ടാഞ്ഞ് നടക്കാൻ സാധിക്കുക. അതെന്ത് ചെയ്തു? അത് അവനെ ഇതേ പറഞ്ഞതുപോലെ വിഷ്വൽ സർവൈലൻസിന്, അത് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് വാക്കിങ്ങിന്, അല്ലെങ്കിൽ ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിന് കൂടുതൽ സഹായിച്ചു. അതായത് അപ്രൈറ്റ് വാക്കിംഗ് ഉണ്ടായാൽ സാധാരണ ബൈപ്പഡൽ ലോക്കോമോഷൻ ഉണ്ടാവും. ബൈപ്പഡൽ ലോക്കോമോഷൻ ഉണ്ടായാൽ അവന് എന്ത് ചെയ്യാൻ, ആരെങ്കിലും അപ്രൈറ്റ് വാക്കിംഗ് ഉണ്ടായാൽ ബൈപ്പഡൽ ലോക്കോമോഷൻ ഉണ്ടാകും. ബൈപ്പഡൽ ലോക്കോമോഷൻ ഉണ്ടായാൽ അവൻ്റെ ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞ ക്വാഡ്രപ്പഡ് അല്ല, അവിടെ ബൈപ്പഡൽ ലോക്കോമോഷൻ ആണ്. അപ്പോൾ അവൻ്റെ ഹാൻഡ്സ് ഫ്രീ ആയിരിക്കും. കുട്ടികളെ, ചെറിയ കുരുന്നു മക്കളെ എന്ത് ചെയ്യാം, ക്യാരി ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം ദേ ക്യാൻ ഓൾസോ ക്യാരി their tools and they also can carry their objects, whatever the objects they already have, they can carry that one. So അങ്ങനെ ഒരു ഹാൻഡ്സ് ഫ്രീ ആയാൽ അവനക്ക് അതും ടൂൾ മേക്കിങ്ങിന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ടൂൾ ഇങ്ങനെ ഈ ഒരു പ്രക്രിയ ഒന്ന് മറ്റൊന്നിന് എന്ത് ചെയ്യുക, സഹായകരമാവുക എന്നുള്ളതിനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ് ബൈപ്പഡൽ ലോക്കോമോഷൻ. ബൈപ്പഡൽ ലോക്കോമോഷൻ എന്നുള്ളത് അതിനു മുമ്പ് മനുഷ്യൻ 4 കാലിലാണ്, അല്ലെങ്കിൽ 4 കാലിൽ, അതിനു മുമ്പുണ്ടായിരുന്ന മനുഷ്യൻ 4 കാലിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവൻ 2 കാലിലേക്ക് മാറിയപ്പോൾ അവനക്ക് കുറച്ച് എനർജി യൂസ് ചെയ്താൽ മതി എന്നായി. അപ്പോൾ അവനക്ക് കൂടുതൽ വേട്ടയാടുവാൻ അവനക്ക് എന്ത് ചെയ്തു, സഹായകരമായി. അതുപോലെ തന്നെ അവൻ്റെ റണ്ണിങ്ങിന്, അവൻ്റെ ഓട്ടത്തിന് കൂടുതൽ സഹായകരമായി. മൃഗങ്ങളൊക്കെ ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഓടുവാൻ കൂടുതൽ സഹായകരമായി ബൈപ്പഡൽ ലോക്കോമോ. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓഫ് മെക്കാനിസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഓസ്ട്രലോപിത്തക്കസ്. So right now we have to move on how the Australopithecus became extinct. എങ്ങനെയാണ് ഓസ്ട്രലോപിത്തക്കസ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായത്? നാം ആദ്യം പറയുകയുണ്ടായി, ഹോമിനിഡ് ഫാമിലിയിലുള്ള പ്രധാനപ്പെട്ട 2 ആളുകളായിരുന്നു ഓസ്ട്രലോപിത്തക്കസും ഹോമോയും. അപ്പോൾ അതിൽ ഓസ്ട്രലോപിത്തക്കസിനെയാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എങ്ങനെയാണ് ഓസ്ട്രലോപിത്തക്കസ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പഠിക്കുവാനുള്ളത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം around 2.5 million years ago there was a phase of glaciation. Glaciation means that an era of ice age that once we explain when the large part of our earth were covered with snow. ഭൂമിയുടെ വലിയൊരു ഭാഗം സ്നോ കൊണ്ട്, മഞ്ഞുകൊണ്ട് കവർ ചെയ്തു. മഞ്ഞുകൊണ്ട് കവർ ചെയ്താൽ എങ്ങനെയാണ് ഓസ്ട്രലോപിത്തക്കസ് ഇവിടെ നിന്ന് അപ്രത്യക്ഷമാവുക? അങ്ങനെ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. അതായത് മഞ്ഞുകൊണ്ട് കവർ ചെയ്താൽ ആ ഗ്ലേസിയേഷൻ പീരീഡിൽ എന്ത് സംഭവിക്കും? അവിടെ അന്നത്തെ ടെമ്പറേച്ചർ ദ റിഡക്ഷൻ ഓഫ് ടെമ്പറേച്ചർ താഴാൻ തുടങ്ങി. ടെമ്പറേച്ചർ താഴാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും ദ റെയിൻഫാൾ ഡിക്രീസ്, മഴ കുറഞ്ഞു. മഴ കുറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വെജിറ്റേഷൻസ് നശിക്കാൻ തുടങ്ങി. സോ മനുഷ്യൻ ഫോറസ്റ്റുകളിലേക്ക് കുടിയേറാൻ ശ്രമിച്ചു. പക്ഷേ അറ്റ് ദ എൻഡ് അവർക്ക് മൃഗങ്ങളെ കിട്ടാനില്ലാതെ മൃഗങ്ങൾ എല്ലാം ചത്തൊടുങ്ങുന്ന, അല്ലെങ്കിൽ വെജിറ്റേഷൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ അവർക്ക് ദ കനോട്ട് സർവൈവ്. സോ it was the cause of extinction of Australopithecus. So now we have their Homo. അപ്പോൾ അവിടെ ഹോമോ പുതിയ ഡ്രയർ ആയിട്ടുള്ള കാലാവസ്ഥയ്ക്ക് അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന പുതിയൊരു വിഭാഗം അവിടെ ഉടലെടുത്തു. അതിൻ്റെ പേരാണ് ഹോമോ. അപ്പോൾ നാം ഇത്രയും നേരം പറഞ്ഞു വന്നത് ഹോമിനിഡ് ഫാമിലി ആയിരുന്നു. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മളിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ അതിനെങ്ങനെയാണ് പേരിട്ടത് എന്ന് പറഞ്ഞു. ഓസ്ട്രലോപിത്തക്കസ് എവിടെ നിന്നാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു. ഓസ്ട്രലോപിത്തക്കസിൻ്റെ വേർഡിൻ്റെ ഒറിജിൻ ലാറ്റിൻ ആൻഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണെന്നുള്ള അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞു. ഒന്ന് മറ്റൊന്നിന് ഗുണകരമായി ഭവിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആൻഡ് ലാസ്റ്റായിട്ട് എങ്ങനെയാണ് ഓസ്ട്രലോപിത്തക്കസ് ഈ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ട് അടുത്തതായിട്ട് ഹോമോ കടന്നു വരുന്നത് എങ്ങനെയാണ്. ഓസ്ട്രലോപിത്തക്കസിനെ പറഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ഹോമോ. Homo is a
is a Latin word. It means man. So don't be confused that there is no women at all. There is women and man. Homo, the scholars have classified Homo into three types. The first one is Homo habilis, and the second one is Homo erectus, and the third one is Homo sapiens, that we already heard about the Homo sapiens. So the first one is Homo habilis. It also we can say they were the tool makers, and the Homo erectus, they also known as upright man, and the Homo sapiens known as the wise or the thinking man. So ഹോമോ എന്നുള്ള വിഭാഗം മൂന്ന് ഇനം ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് മൂന്ന് ഇനം ടൈപ്പ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഹോമോ ഹാബിലിസ് ആണ്. അത് ടൂൾ മേക്കർ ആണ്. അവർ ധാരാളം ടൂളുകൾ, ധാരാളം ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ്. രണ്ടാമത്തെ വിഭാഗമാണ് ഹോമോ ഇറക്റ്റസ്. അവർക്ക് അപ്രൈറ്റ് മാൻ, അതായത് നേരെ നിവർന്ന് നടക്കാൻ കഴിയുന്ന ആളുകളായിരുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹോമോ സാപ്പിയൻസ്. നമ്മളെല്ലാവരും ഹോമോ സാപ്പിയൻസ് ആണ്. അതായത് നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഇല്ലായിരുന്നു. അപ്പം ഈ മൂന്ന് വിഭാഗമാണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അടുത്ത് പറയാനുള്ളത് എവിടെ നിന്നൊക്കെയാണ് ഇവരുടെ ഫോസിലുകളെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഹോമോ ഹാബിലിസിൻ്റെ ഫോസിലുകൾ ഡിസ്കവേർഡ് ചെയ്യപ്പെട്ടുള്ള ഹോമോ അതിൽ തന്നെയുള്ള ഹോമോ ഹാബിലിസിൻ്റെ ഫോസിലുകൾ ഡിസ്കവർ ചെയ്യപ്പെട്ടിട്ടുള്ള എത്യോപ്യയിലുള്ള ഓമോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓൾഡ് വോയ് ഗോർജ്, നാം നേരത്തെ പറഞ്ഞു ഓസ്ട്രോലോപിത്തക്കസിനെ കുറിച്ച്. അതിൽ ഓസ്ട്രോലോപിത്തക്കസിൻ്റെ ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഓൾഡ് വോയ് ഗോർജ് ഇൻ ടാൻസാനിയയിലുള്ള ഓൾഡ് വോയ് ഗോർജിൽ നിന്നും അതുപോലെ തന്നെ എത്യോപ്യയിൽ നിന്നുള്ള ഓമോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുമാണ് ഹോമോ ഹാബിലിസിൻ്റെ ഫോസിലുകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തതായി ഹോമോ ഇറക്റ്റസിൻ്റെ ഫോസിലുകൾ ഓൾറെഡി ഡിസ്കവേർഡ് ഫ്രം ആഫ്രിക്ക ആൻഡ് ഏഷ്യ, ആൻഡ് ദ ഓൾഡസ്റ്റ് വൺ ഫ്രം ആഫ്രിക്ക ആൻഡ് ദ ഏർലി വൺ ഫ്രം ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നും, അതിനുശേഷം കിട്ടിയിട്ടുള്ളത് ഏഷ്യയിൽ നിന്നുമാണ്. ഹോമോ സാപ്പിയൻസ് പിന്നെ ലോകത്തിൻ്റെ പല വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. വി ഓൾറെഡി സെഡ് അബൌട്ട് ഹോമോ ഇറക്റ്റസ് ദാറ്റ് their fossil already have been discovered from different places of Africa and Asia and sometimes Europe. So then we have to think about how these fossils എങ്ങനെയൊക്കെയാണ് ഈ ഫോസിലുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള ആളുകളാണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു സന്ദേഹമുണ്ടാവും. അപ്പോൾ നാം ആദ്യം പറഞ്ഞിരുന്നു, ആദ്യമായിട്ട് ഈ ഫോസിലുകൾ ഉണ്ടായിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. സോ ഈസ്റ്റേൺ ആഫ്രിക്ക ആയിരുന്നു ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഈസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് പിന്നെ എങ്ങോട്ടെല്ലാം മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനാണ് മൈഗ്രേഷൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് ഈ മനുഷ്യർ ഹോമോ ഇറക്റ്റസ് എങ്ങോട്ടേക്കാണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്, മറ്റുള്ള മനുഷ്യർക്ക് എങ്ങോട്ടേക്കാണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പരിശോധിക്കാം. ഫസ്റ്റ്ലി, ഫ്രം ഈസ്റ്റേൺ ആഫ്രിക്ക the Homo erectus and Homo sapiens went to southern part of Africa and northern part of Africa. Then from northern part of Africa, the people moved to southern parts of Asia and northeastern parts of Asia also. From northern Africa to the people moved to south and northeastern part of Asia. Then again from that place they moved to Europe. ആദ്യമായിട്ട് ഈസ്റ്റേൺ ആഫ്രിക്കയാണ്. ഈസ്റ്റേൺ ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആൻഡ് നോർത്തേൺ ആഫ്രിക്കയുടെ പാർട്ടുകളിലേക്ക് പോയി. അവിടെ നിന്ന് നോർത്തേൺ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയുടെ സദേൺ പാർട്ടുകളിലേക്കും അവിടെ നിന്ന് നോർത്ത് ഈസ്റ്റേൺ പാർട്ടുകളിലേക്കും അവിടെ നിന്നാണ് യൂറോപ്യൻ പാർട്ടുകളിലേക്ക് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു ധാരാളം ആളുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചില ഫോസിലുകളെ, ചില ഹ്യൂമൻ അല്ലെങ്കിൽ ദ പ്രീക്കേഴ്സേഴ്സ് ഓഫ് ഹ്യൂമൻ ആയിട്ടുള്ള ചില ഫോസിലുകളെ അവരെവിടെ നിന്നാണ് ഈ ഫോസിലുകളെ കിട്ടിയിട്ടുള്ളത് ആ സ്ഥലത്തിൻ്റെ പേര് വെച്ച് വിളിക്കാറുണ്ട്. അതായത് ഹൈഡൽബർഗ്, ജർമ്മനിയിലുള്ള ഹൈഡൽബർഗിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫോസിലിന് പറയുന്ന പേര് ഹോമോ ഹൈഡൽബർഗ് ജെൻസിസ് എന്നാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഹോമോ ഹൈഡൽബർഗ് ജെൻസിസ്. Friends, we already discussed about Australopithecus, their features and all, and
we again discuss about Homo. So now we have to focus some simple and important points. What are the difference between Homo and Australopithecus? Is there any kind of difference between Australopithecus and Homo? So the first difference between Australopithecus and Homo is their brain size. In the case of Australopithecus, their brain size was small. അവരുടെ തിങ്കിങ് കപ്പാസിറ്റി കുറവായിരുന്നതിനാൽ അവരുടെ ബ്രെയിൻ സൈസ് ചെറുതായിരുന്നു. ബട്ട് ഹോമോയിലായപ്പോൾ ലാർജർ ബ്രെയിൻ സൈസ്, അവരുടെ ബ്രെയിൻ സൈസ് വലുതായി. അവർക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കൂടി. എങ്ങനെയാണ് മൃഗങ്ങളെ വേട്ടയാടേണ്ടത്, എങ്ങനെയാണ് കെണി വെക്കേണ്ടത് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും പരസ്പരം സംവേദനങ്ങളും ആശയങ്ങൾ കൈമാറുവാനും അവർക്ക് സാധിച്ചു. രണ്ടാമത്തെ പ്രത്യേകത, their jaws was in the case of Australopithecus, their jaws was in an outward protrusion. അതായത് അവരുടെ കീഴ്ത്താടിയൽ കുറച്ച് വലിയ നിലയ്ക്ക് മുന്നിലേക്ക് ഉന്തിത്തള്ളി നിൽക്കുന്നതായിരുന്നു. പക്ഷേ അത് ഹോമോയിലെത്തിയപ്പോൾ റെഡ്യൂസ്ഡ്, അവരുടെ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുക എന്നുള്ള ക്യാരക്ടർ കുറഞ്ഞു വന്നു. മൂന്നാമതായിട്ട് സൈസ് ഓഫ് ദർ ടീത്ത്സ്. ഓസ്ട്രാലോപിത്തക്കസിൻ്റെ ടീത്ത് വലുതായിരുന്നു, പക്ഷേ ഹോമോയുടെ ചെറുതായിരുന്നു. ഈ രണ്ട് പോയിന്റുകൾ പറയാൻ കാരണം അവരുടെ ഡയറ്ററി ഹാബിറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തായിരുന്നു അവർ കഴിച്ചിരുന്നത്, അവരുടെ ഈറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ബേസിലാണ് അവരുടെ താഴെ പറഞ്ഞ രണ്ട് പ്രത്യേകതകൾ ഉള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ക്ലാസ്സിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഒന്നാമതായിട്ട് ഹൊമിനിഡുകളെ കുറിച്ച് പറഞ്ഞു. ഹൊമിനിഡുകളുടെ ഒറിജിൻ എവിടെയാണ്, അത് ആഫ്രിക്കയിലാണോ അതോ ഏഷ്യയിലാണോ എന്നൊക്കെ പറഞ്ഞു. ആഫ്രിക്കയിലായിരുന്നു അവരുടെ ഒറിജിൻ എന്ന് നമ്മൾ പറഞ്ഞു. അവർ ഏത് ഫാമിലിയാണ്, ഹൊമിനിഡൈ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ്. ആ ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ഓസ്ട്രാലോപിത്തക്കസ്, ദ സെക്കൻഡ് വൺ ഹോമോ. അതിൽ തന്നെ ഓസ്ട്രാലോപിത്തക്കസിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ഇതിൻ്റെ ഒറിജിൻ, ഓസ്ട്രാലോപിത്തക്കസിൻ്റെ ഒറിജിൻ അത് ലാറ്റിൻ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം സദേൺ ഏപ്പ് എന്നാണ് എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് സദേൺ ഏപ്പ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവർ കൂടുതൽ സമയം മരങ്ങളിൽ കഴിയുകയും, അതായത് ഒരു ഏപ്പിൻ്റെ ഒരു ആൾക്കുരങ്ങ് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതിനോട് ധാരാളം സാമ്യതകൾ ഉള്ളത് കൊണ്ടാണ് അതിനെ സദേൺ ഏപ്പ് എന്ന് വിളിച്ചത്. രണ്ടാമതായിട്ട് ഇന്ന് നമ്മൾ പഠിച്ച ഒരു കാര്യം, ഡിസ്കവറി ഓഫ് ഓസ്ട്രാലോപിത്തക്കസ്. ഓസ്ട്രാലോപിത്തക്കസിനെ ആരാണ് കണ്ടുപിടിച്ചത്, ആരൊക്കെയാണ്? നമ്മൾ പറയുകയുണ്ടായി, മേരി ആൻഡ് ലൂയിസ് ലീക്കയാണ് 1959 ഓൾഡ് വായ് ഗോർജിനാണ്, ടാൻസാനിയയിലുള്ള ഓൾഡ് വായ് ഗോർജിൽ നിന്നാണ് കണ്ടെത്തിയത്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിനെ കുറിച്ചാണ് നാം സംസാരിച്ചത്. അതായത് ഒരു പ്രക്രിയയിലേക്ക് മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ അത് മറ്റുള്ള ഏതൊക്കെ വിഷയങ്ങളിലാണ് മനുഷ്യനെ സ്വാധീനിക്കുക എന്ന് പറഞ്ഞു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈപ്പഡൽ ലോക്കോമോഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അതായത് അപ്രൈറ്റ് വാക്കിംഗ്, മനുഷ്യൻ മുന്നോട്ട് ആഞ്ഞ് നടക്കാൻ ശ്രമിച്ചപ്പോൾ അവനക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവിടെ അവനക്കുണ്ടായ മാറ്റങ്ങൾ ബൈപ്പഡൽ ലോക്കോമോഷൻ, രണ്ട് കാലുകളിൽ നിവർന്ന് നിന്ന് നടക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ സ്വാഭാവികമായിട്ട് അവൻ്റെ കൈകൾ രണ്ടും ഫ്രീ ആയി. കൈകൾ ഫ്രീ ആയപ്പോൾ അവനക്ക് ശരിക്കും കണ്ണുകൾ കൊണ്ട് ദൂരേക്ക് നോക്കുവാൻ സാധിച്ചു. ക്ഷീണമില്ലാതെ ധാരാളം സമയം നടക്കാൻ സാധിച്ചു, ഓടാൻ സാധിച്ചു. കൈകളിൽ കുട്ടികളെയും അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങളെയും പിടിക്കുവാൻ സാധിച്ചു. അത് മൃഗങ്ങളിലേക്ക് അമ്പ് ചെയ്യുവാനും മറ്റുള്ള നിലയ്ക്കൊക്കെ അവനക്ക് ഉപകരണങ്ങൾ ഉണ്ടാക്കുവാനും തുടങ്ങിയ എല്ലാ വിധത്തിലുള്ള അവനക്ക് സ്വാധീനമുണ്ടായി. അതായത് ഒരു പ്രക്രിയ മനുഷ്യൻ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റു പ്രക്രിയയിൽ ആ കോൺസെൻട്രേഷൻ അവനെ സഹായിക്കും എന്നുള്ളതാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നുള്ള അതിൻ്റെ ആകത്തുക. അടുത്തതായിട്ട് നാം പറഞ്ഞത് ഓസ്ട്രാലോപിത്തക്കസിനെ എങ്ങനെയാണ് ഓസ്ട്രാലോപിത്തക്കസ് ദ ബിക്കെയിം എക്സ്റ്റിങ്ക്ട് ഫ്രം ദിസ് എർത്ത്, എങ്ങനെയാണ് അവർ ഭൂമുഖത്തു നിന്ന് ഇല്ലാതായി പോയത്. 2.5 മില്യൺ ഇയേഴ്സിന് മുമ്പുണ്ടായ ഒരു ഗ്ലേസിയേഷനിൽ, ഒരു ഐസ് ഏജ്, അതിൽ ടെമ്പറേച്ചർ കുറയുകയും ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ട്
മഴ കുറയുകയും മഴ കുറയുന്നത് കൊണ്ട് വെജിറ്റേഷൻ കുറയുകയും അത് അവരുടെ ഫുഡിൻ്റെ പ്രക്രിയയെ വലിയ നിലയ്ക്ക് സ്വാധീനിക്കുകയും അവർക്ക് ഫുഡ് ഇല്ലാത്തൊരവസ്ഥ വരികയും ചെയ്തതുകൊണ്ടാണ് ഓസ്ട്രലോപിത്തക്കസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ നിന്ന് അപ്രത്യക്ഷമായത്. പക്ഷെ അതിനുശേഷം വരുന്നതോ ഹോമോ എന്ന് പറയുന്ന ഈ പറയുന്ന ഡ്രയർ ആയിട്ടുള്ള കണ്ടീഷനുകളിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു പുതിയ മനുഷ്യൻ വരികയുണ്ടായി. അപ്പോൾ അടുത്തതായിട്ട് നാം പറഞ്ഞു വെച്ചത് ഹോമോ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഹോമോ എന്നുള്ളത് ഒരു ലാറ്റിൻ വേർഡാണ്. അതിൻ്റെ അർത്ഥം മാൻ എന്നുള്ളതാണ്. ഹോമോ 3 നിലയ്ക്കാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹോമോ ഹാബിലിസ്, രണ്ടാമത്തത് ഹോമോ എറക്ടസ്, മൂന്നാമത്തതായിട്ടുള്ള ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞാൽ ടൂൾ മേക്കറാണ്. ഹോമോ എറക്ടസ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് വാക്കിംഗ് സാധിക്കുന്ന മനുഷ്യനാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ തിങ്കിങ്, വയസ്സായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും അപഗ്രഥിക്കുവാനും കഴിവുള്ള മനുഷ്യനാണ് ഹോമോ സാപ്പിയൻസ്. ഇനി ഇതിൻ്റെ ഫോസിൽ ഹോമോ ഹാബിലിസിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത് എത്യോപ്യയിലുള്ള ഓമോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. രണ്ടാമതായിട്ടുള്ള മറ്റൊരു ഫോസിൽ കിട്ടിയിട്ടുള്ളത് ഓൾഡ്വായ് ഗോർജ്, അതായത് നേരത്തെ പറഞ്ഞ ഓസ്ട്രലോപിത്തക്കസിൻ്റെ ഫോസിൽ കിട്ടിയിട്ടുള്ള ടാൻസാനിയയിലെ ഓൾഡ്വായ് ഗോർജിൽ നിന്നും ഹോമോ ഹാബിലിസിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായിട്ടുള്ള പറഞ്ഞ സാധനം ഹോമോ എറക്ടസ് ആണ്. ഹോമോ എറക്ടസിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഏഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ ഫോസിലുകൾ കൂടുതൽ പഴക്കമുള്ളതും ഏഷ്യയിൽ നിന്നുള്ളത് കുറഞ്ഞ പഴക്കമുള്ളതുമാണ്. പിന്നെ അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുവാൻ കാരണം എന്ന് നാം പറഞ്ഞു. അതിന് കാരണം ആദ്യമായിട്ട് മനുഷ്യൻ ഉത്ഭവിച്ചത് ആഫ്രിക്കയിലാണ് എന്ന് പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് സദേൺ പാർട്ടും അതേപോലെ നോർത്തേൺ പാർട്സ് ഓഫ് ആഫ്രിക്കയിലേക്ക് മനുഷ്യൻ മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ നിന്ന് നോർത്തേൺ ആഫ്രിക്കയിൽ നിന്ന് ഏഷ്യയുടെ സദേൺ ഭാഗങ്ങളിലേക്കും ഈസ്റ്റ് നോർത്ത് ഭാഗങ്ങളിലേക്കും മനുഷ്യൻ കുടിയേറുകയുണ്ടായി. അവിടെ നിന്ന് യൂറോപ്പിലേക്കും കുടിയേറുകയുണ്ടായി. ഇത് മൂലമാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഫോസിലുകൾ കിട്ടാൻ ഉള്ള കാരണം. മറ്റൊന്ന്, ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലുള്ള ഫോസിലുകളെ ആ സ്ഥലത്തിനനുസരിച്ച് സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പേരിട്ട് വിളിക്കുന്നുണ്ട്. അതായത് ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നിന്ന് കിട്ടിയ ഫോസിലിനെ ഹോമോ ഹൈഡൽബർഗ് ജെൻസിസ് എന്നും അതുപോലെ തന്നെ നിയാണ്ടർതാൽ വാലിയിൽ നിന്ന് കിട്ടിയ ഫോസിലായിട്ടുള്ള ഫോസിലിനെ ഹോമോ നിയാണ്ടർതാലെൻസിസ് എന്നും ആണ് പറയപ്പെടാറുള്ളത്. അപ്പോൾ ഇന്ന് നാം പറഞ്ഞത് ലാസ്റ്റ് പോയിന്റ്. ഇത്രയും നേരം നാം ഹോമിനിഡിനെ കുറിച്ച് പറഞ്ഞു. ആ ഹോമിനിഡിൻ്റെ അടിയിലുള്ള ഓസ്ട്രലോപിത്തക്കസ്, ഹോമോ. ഇനി എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോമോ ആൻഡ് ഓസ്ട്രലോപിത്തക്കസ്? ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? നാം ആദ്യം പറഞ്ഞത് അതിൻ്റെ ബ്രെയിൻ സൈസ് ആണ്. അതായത് ഓസ്ട്രലോപിത്തക്കസിൻ്റെ ബ്രെയിൻ സൈസ് ചെറുതും ഹോമോയുടെ ബ്രെയിൻ സൈസ് വലുതുമാണ്. അതായത് അവരുടെ ചിന്താ പ്രക്രിയ എന്ത് ചെയ്തു, ഹോമോയുടെ ചിന്താ പ്രക്രിയ കൂടുതലായിരുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് അവരുടെ ബ്രെയിൻ സൈസ് വലുതായിരുന്നു. രണ്ടാമത്തത് അവരുടെ കീഴ്ത്താടിയൽ ഓസ്ട്രലോപിത്തക്കസിൻ്റെ പുറത്തേക്ക് കൂടുതൽ ഉന്തി നിൽക്കുന്നതും, പക്ഷേ ഹോമോയിലേക്ക് വരുമ്പോൾ അത് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് അവരുടെ ടീത്തിൻ്റെ സൈസ് എങ്ങനെയായിരുന്നു? ഓസ്ട്രലോപിത്തക്കസിൻ്റെ ടീത്തിൻ്റെ സൈസ് വലുതായിരുന്നു, പക്ഷേ അത് ഹോമോയിലേക്ക് വരുമ്പോൾ ചെറുതാവുന്നു. ഈ പറയുന്ന അവസാനം ജോയും ടീത്തും അവരുടെ ഭക്ഷണങ്ങളുമായിട്ട് വളരെ വലിയൊരു നിലയ്ക്ക് ബന്ധിച്ചിട്ടുണ്ട്. അവരേതാണ് ഭക്ഷണം കഴിക്കുന്നത് അതിനനുസരിച്ചായിരുന്നു അവരുടെ ജോസും അതുപോലെ തന്നെ പല്ലുകളും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നാം പഠിച്ചത് ഹോമോ എന്നതിനെ കുറിച്ചാണ്. ഹോമോയിൽ ഹോമോ എറക്ടസിനെ കുറിച്ചും ഹോമോ ഹാബിലിസിനെ കുറിച്ചും നാം ചർച്ച ചെയ്തു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനുള്ളത് ഹോമോ സാപ്പിയൻസിനെ കുറിച്ചാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മോഡേൺ ഹ്യൂമൻ ബീയിങ് ആണ്. നാം എല്ലാവരും ഹോമോ സാപ്പിയൻസ് ആണ്. അപ്പോൾ മോഡേൺ ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഹോമോ സാപ്പിയൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ സീ യു സൂൺ.